Start music. എന്താ തമ്പുരാനറിയാ? ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഗ്ലൂ ഗൺ ഹാക്സ് Part-7. അപ്പോൾ ഇത് ക്രാഫ്റ്റി പാൻഡേന്ന് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ 5 മിനിറ്റ് ക്രാഫ്റ്റിന്നും പിന്നെ നമ്മുടെ 1 2 3 ഗോ എന്നൊക്കെ എടുത്തേക്കണം. ഇത് നമ്മൾ ക്രാഫ്റ്റി പാൻഡേന്നാണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹാക്സ് കണ്ടിട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഹാക്സ് ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ നമുക്കിത് കമന്റ് സെക്ഷൻ ആണുള്ളത്. അപ്പൊ എല്ലാവരും മറക്കാതെ കമന്റ് സെക്ഷൻ കാത്തിരിക്കുക. പിന്നെ എന്താ പറയേണ്ട, അപ്പൊ ഇന്നത്തെ സമയങ്ങളുടെ വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ എന്ന് പറയുന്നത് നമ്മുടെ മോതിരമൊക്കെ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മള് ഈ കയ്യിൽ കൊള്ളില്ലെങ്കിൽ ഈ കയ്യിലിടും, ഇതിലിടും, ഇതില്ലെങ്കിൽ ഇതിലിടും, അങ്ങനെ എല്ലാ കയ്യിലും മാറ്റി മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല അല്ലെങ്കിൽ തീരെ പറ്റാണ്ട് ഇത് ഉരുവിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക ചെയ്യും. അപ്പൊ ഇവര് പറയുന്നത് ഇനി അങ്ങനെ ആർക്കും കൊടുക്കണ്ട, നമ്മുടെ മോതിരം നമ്മൾ തന്നെ ഇടാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മോതിരത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു ചെറിയൊരു ലെയർ കൊടുക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇവര് ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ മോതിരം. അപ്പൊ ഈ മോതിരം എനിക്ക് കുറച്ച് ലൂസായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേ നമ്മള് ഒരു ലെയർ ഇതേ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മള് കയ്യിലിടാൻ പോവാട്ടോ. വാവ്, കറക്റ്റ് ഫിറ്റ് ആണ്, കണ്ട ഒരെണ്ണില്ല, കറക്റ്റ് ഫിറ്റ് ആണ്. സൂപ്പർ ആയിട്ടുള്ള ഹാക്കാട്ടെ. അപ്പൊ നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോ ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഇട്ടപ്പോ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കയറി. പക്ഷെ ഇതിന് മുന്നേ ഞാൻ 2 വട്ടം ചെയ്ത് നോക്കിട്ടാ. അപ്പൊ ആദ്യത്തെ വട്ടം ചെയ്ത് നോക്കി ഇത് ഇട്ട വഴിക്ക് എന്ത് ചെയ്ത് ദൂരിപ്പോന്നു. രണ്ടാമത്തെ വട്ടം ചെയ്ത് നോക്കി ഇത് ഇട്ട് ഊരിയ വഴിക്ക് ദൂരിപ്പോന്നു. അപ്പൊ മൂന്നാമത്തെ വട്ടം എന്തോ ഭാഗ്യത്തിന് വലിയ കുഴപ്പമില്ല, ഇനി അധികം ബലം പിടിക്കണില്ല. അപ്പൊ ഈ കുഴപ്പമില്ല, മോതിരൊക്കെ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഊരിപ്പോരെ എപ്പോഴാണ് നമുക്ക് അറിയാത്തുള്ളൂ, എന്നാലും കുഴപ്പമില്ല, കയ്യൊന്നും ഊരിപ്പോയില്ലല്ലോ, ഈ സാധനം ഊരിപ്പോയുള്ളൂ. അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാണ്. 10ൽ 10 മാർക്ക് കൊടുക്കാം. ഗ്ലൂ നല്ലോണം ഇട്ടിരിക്കണമല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ എല്ലാവരും ലൂസായിട്ടുള്ള മോതിരം ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചെന്നോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജർ ഉണ്ടാവും. സാധാരണ നമ്മൾ ചാർജർ എപ്പോഴും കുത്തണം, ആ ഒരു അറ്റം ഭാഗം എപ്പോഴും എന്താ പറയാ, അപ്പൊ അത് പൊളിഞ്ഞു പോകാൻ, ഇൻസുലേഷൻ പൊളിയാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊളിഞ്ഞ ഭാഗത്ത് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ നാക്കി കൊടുക്കുക. അപ്പൊ ഒരു ഗ്ലൂ ഗൺ ഇൻസുലേഷൻ നമുക്ക് കിട്ടാണ്. അപ്പൊ ഒരു അടിപൊളി ഹാക്കാന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് വെക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണിൽ നമ്മള് ഇൻസുലേഷൻ വെച്ച് കൊടുത്തേക്കണ്. അയ്യോ സോറി, നമ്മുടെ ചാർജറിന് നമ്മള് ഗ്ലൂ ഗണ്ണോണ്ട് ഒരു ഇൻസുലേഷൻ വെച്ച് കൊടുത്തേക്കണത്. അപ്പൊ ഇത് സൂപ്പർ ആയിട്ട്. അപ്പൊ ഇനി നമുക്ക് പേടിക്കേണ്ട സാധനം, നമുക്ക് ഇങ്ങനെ വയർ ഇങ്ങനെ പുറത്തായിട്ട് നിൽക്കണം, നമുക്കൊരു പേടിയാണ്, ഈശ്വര ഷോക്ക് അടിക്കുമെന്നെങ്കിലും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പേടിക്കുകയും വേണ്ട. കുട്ടികൾക്ക് കുത്താൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്കൊന്നും കൊടുക്കുന്നിട്ടാ. അവര് സൂപ്പർ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. 10ൽ 10 മാർക്ക് കൊടുക്കാം. ചിലവർക്ക് വയർ നല്ലോണം ഈ പോയിട്ടുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് കുറച്ച് കൂടുതലാക്കിയിട്ടാക്കിയാലും ഇത് ഉരുകൊന്നുമില്ല കേട്ടോ, കാരണം ഇതിനേക്കാളും വലിയ ചൂടാണല്ലോ ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ പോണത്. അപ്പൊ അത് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ 10ൽ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഹാങ്ങറൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഹാങ്ങറുമൊക്കെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം ഇടുമ്പോഴേക്കും അടുത്ത ഭാഗം പോകും, അങ്ങനെയല്ല ഉണ്ടാവാറ്. അപ്പൊ ഇവര് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹാങ്ങറിന്റെ മോൾ ഭാഗത്തായിട്ട് ഗ്ലൂ ഗൺ കൊണ്ട് ചെറിയ ഒരു ഉണ്ടകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോട്ട്സ് പോലെ, അപ്പൊ ഈ ഡ്രസ്സ് ഇട്ടാലും അതിലിങ്ങനെ ആ ഒരു ഇതില് ഇങ്ങനെ പിടിച്ചു കിടന്നോളും, താഴത്തേക്ക് ഒഴുകി വീഴില്ല എന്നാണ് പറയുന്നത്. ഒരു ഗ്രിപ്പ് കിട്ടുന്നവരുണ്ട്. അപ്പൊ ഒരു ഹാക്ക് വാക്കോട്ടോ, നമുക്ക് നെക്സ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ആദ്യം നമ്മൾ സാധാരണ ഒരു ഹാങ്ങർ, നമ്മള് ഗ്ലൂ ഗണ്ണോണ്ട് ഒന്നും ചെയ്യാത്തൊരു ഹാങ്ങർ എടുത്തേക്കാണ്. അതിൽ നമ്മൾ ഈ ഒരു ചുരിദാർ ഇടാൻ പോകട്ടോ. അപ്പൊ എനിക്ക് എപ്പോഴും ചുരിദാർ ഇടുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരാറ്, ഇതിങ്ങനെ ഒഴുകി പോവും. നമ്മള് ഇട്ട് കണ്ട, ഇതിങ്ങനെ കണ്ട കറക്റ്റ് ആയിട്ട് മനസ്സിലാവണില്ലേ, ഇത് ഇടുമ്പോഴേക്കും ഇങ്ങനെ ഒഴുകി പോവാണ്, കണ്ട. അപ്പൊ ഇനി നമ്മള് ഗ്രിപ്പ് ഉള്ള നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഇതെടുക്കാണ്, ഹാങ്ങർ എടുക്കാണ്. ഇനി നമുക്ക് ഇത് ഇട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയുണ്ട്, നമുക്ക് സക്സസ്ഫുൾ ആവുമെന്ന് ഇപ്പൊ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് നമ്മുടെ ഹാങ്ങർ? വളരെ ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. 10-18 വയസ്സായി, ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല. നോക്കിയേ,
പിടിച്ചാൽ പോലും പോരില്ല. ഇനിയിപ്പോ ഗ്ലൂഗണ്ട് ഇത് എന്താ പറയാ വിട്ടു പോരാന്നല്ലാണ്ട് വിട്ടു പോന്നാൽ മാത്രമേ പോരുള്ളൂ. അല്ലാണ്ട് നോക്കിയാൽ സൂപ്പർ എന്നൊരു സക്സസ്ഫുൾ ഹാക്കാണ് കേട്ടോ. കുറെ നാളായി ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അത് സൂപ്പർ ഹാക്കാണ്. 10 ഒരു 10, 15, 25 മാർക്ക് നമ്മൾ കൊടുക്കണം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അത്ര അടിപൊളി ഹാക്കാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതിപ്പോ 1-2 ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഇടാം. ഇവിടെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരണം എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. പിന്നെ അതുപോലെ സൂപ്പർ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാക്കാണ്, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹാക്കാണ്. കാരണം നമ്മളെപ്പോഴും ഷർട്ടൊക്കെ ഇടുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മള് ഷർട്ട് ഇടുക അല്ലെങ്കിൽ ബട്ടൺസ് ഉള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇടുക. ആണുങ്ങളാണ് കൂടുതൽ ഷർട്ട് ഇടുക, ചേട്ടന്മാരൊക്കെ ഷർട്ട് ഇടും. അപ്പൊ എന്താ പെട്ടെന്ന് നമ്മുടെ ബട്ടൺസ് അങ്ങോട്ട് പൊട്ടിപ്പോരും. ബട്ടൺസ് പൊട്ടിപ്പോരും അല്ലെങ്കിൽ ബട്ടൺസ് കാണാണ്ടാവുക എന്തെങ്കിലും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ബട്ടൺസ് കണ്ടുപിടിച്ച് ചിലപ്പോൾ ആ ഡ്രസ്സ് നമ്മൾ ഇടാണ്ട് വയ്ക്കും. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ബട്ടൺസ് ഒന്നും മേടിക്കേണ്ട, നമുക്ക് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെറിയൊരു ബട്ടൺസിന്റെ വലുപ്പത്തിൽ എന്തെങ്കിലും ഷേപ്പ് കൊടുക്കാം. അതിനുശേഷം അതിന്റെ മുകളിൽ ഗിൽറ്റ് എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം 2 ഓട്ടയുടെ തുന്നി പിടിപ്പിക്കാന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ, നമുക്കിത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബട്ടൺസ് വന്നേക്കണം. അപ്പൊ ഞാനിതില്ലേ നമ്മള് അരങ്ങൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ വെട്ടി മുറിച്ച് ഇട്ടേക്കാ ചെയ്തേക്കണം. നമുക്ക് ഗിൽറ്റ് ഒക്കെ ഇടാണെങ്കിൽ ഒന്നും കൂടി ചന്താവട്ടെ. അപ്പൊ മനസ്സിലാക്കി കളഞ്ഞല്ല, പിന്നെ കറക്റ്റ് ആയിട്ട് അതിലെന്നെ വീണ് കിടന്ന ഇതേപോലെ ഇങ്ങനെ പുറത്തേക്കൊന്നും ആയിട്ട് തള്ളി നിൽക്കില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണ കാരണം ഇങ്ങനെ ചെയ്തതാണ്. അപ്പൊ അതായത് നമുക്ക് ഇതിൽ 2 ഓട്ട ഇട്ട് കൊടുത്തു നോക്കാം. ഞാൻ 2 ഓട്ട ഉണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓട്ട ഇടാൻ പറ്റൂ കേട്ടോ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. വാവ്, എന്റെ അമ്മജി ഓട്ടൻ ഗിൽറ്റ് ഒക്കെ പോരുന്നുണ്ട്. അപ്പൊ ഗ്ലിറ്ററില്ലേ നമ്മള് പൊടി, അതിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഇതിട്ടാലാണ് ഈ പ്രശ്നം. എന്നാലും കുഴപ്പമില്ല. 2 ഓട്ടയൊക്കെ ഇട്ട് നമുക്ക് സുഖമായിട്ട് തുന്നി പിടിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോളൂ. 10 10 മാർക്ക് കൊടുക്കാൻ സക്സസ്ഫുൾ ഹാക്കാണ്. നമ്മുടെ ബട്ടൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പൊ ഇനി ആരും ഡ്രസ്സിന്റെ ബട്ടൺസ് പോയി പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ഇടാണ്ട് നടക്കണ്ട. എല്ലാവരും സുഖമായിട്ട് ബട്ടൺസ് ഒക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അടിച്ചു പിടിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. അപ്പൊ ഇതൊരു കിഡിലൻ ഹാക്കാണ്. അപ്പൊ ഗേൾസിനുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ ഈ ഒരു ഹാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാക്കില് ഇവര് പറയുന്നത് നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കമ്മൽ ഉണ്ടാക്കാന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു ഡിസൈൻ ഇവര് ഡയമണ്ട് ഷേപ്പിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ വല്ല കല്ല എന്ത് വേണേലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ബാക്കിൽ വെക്കുന്ന സാധനം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പൊ ഒരു സൂപ്പർ കമ്മല് നമുക്ക് കിട്ടാണ്. അതിന്റെ ബാക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണിന്റെ പണ്ട് ഇതാക്കിയിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണിന്റെ ഒരു കഷ്ണം മുറിച്ച് വെച്ചാലും മതി. നിങ്ങൾക്ക് ഇടണ സാധനം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഹാക്ക് വർക്ക് കേട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടുള്ള കമ്മല്. നേരത്തെ ഗ്ലൂ ഗണ്ണിന്റെ ഒരു കഷ്ണം മുറിച്ച് വെക്കാന്ന് പറഞ്ഞു. ഗ്ലൂ ഗണ്ണിന്റെ കഷ്ണമല്ല, ഗ്ലൂ സ്റ്റിക്കിന്റെ കഷ്ണമാണ്. ഗ്ലൂ ഗണ്ണിന്റെ കഷ്ണം മുറിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. അപ്പൊ ഇത് നമ്മുടെ കമ്മലിട്ട് സൂപ്പർ ആയിട്ട് അത് നോക്കി കമ്മലിട്ട് നോക്കാം. വാവ്, നോക്ക്, അടിപൊളി. നമുക്ക് ശരിക്കും പുറത്തേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റൂട്ടെ ഇങ്ങനത്തെ കമ്മൽ. ഇത് നല്ലൊരു സ്റ്റോൺ ആണ്. ഇത് വെച്ചിട്ട് നമ്മളന്ന് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നിങ്ങളത് കണ്ടോളൂ എന്റെ കമ്മൽ. ബ്യൂട്ടിഫുൾ. അത് വളരെ മനോഹരമായിരിക്കും നമ്മുടെ കമ്മല്. നല്ല സൂപ്പർ കമ്മലായിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിന് ശരിക്കും മാച്ച് ആയില്ലേ, ബ്ലൂ ആൻഡ് ബ്ലൂ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾ കമ്മല് ഉണ്ടാക്കിക്കോളൂ. കല്ലെന്നെ കറക്റ്റ് കല്ലെന്നെ. ഇതേപോലത്തെ കല്ലുകള്, അതുപോലെ കല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയണ കല്ലല്ല കേട്ടോ. ഇതേപോലത്തെ നല്ല സ്റ്റോൺസ്, ജെംസ് എന്നൊക്കെ പറയാലോ നമുക്ക്. ഇങ്ങനത്തെ കല്ലുകള് പിന്നെ മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കമ്മല് ഉണ്ടാക്കാം. സൂപ്പർ ആയിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു കമ്മല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കമ്മലിനെങ്കിൽ അതിന്റെ ബാക്കിലത്തെ സാധനം ഇളക്കി എടുക്കുക. അതിനുശേഷം ഇത് വെച്ച് ഒട്ടിക്കുക. അപ്പൊ സൂപ്പർ ഹാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഹാക്ക് ആയിരുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്മലിന്റെ ഫോട്ടോ അയച്ചു തരണം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ കലാവാസനനുസരിച്ചിട്ട് കമ്മലുകൾ ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്കും കഴിഞ്ഞു. അപ്പൊ 10 10 മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ ഹാക്കും കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമുക്കുള്ളത് കമന്റ് സെഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കമന്റ് സെഷനിലേക്ക് പോവാം. അന്ന ജോർജ് പറയുന്നത് ചിരിച്ച് അവസാനം കരഞ്ഞു എന്നാണ്. അടിപൊളി. നസീർ എൻ്റെ കമൻസ് വായിക്കാറില്ല എന്നിട്ട് കരയുണ്ടാട്ടോ. വായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഋത ഫാത്തിമ. ഹായ് പറയൂ ഋതു, വിളിച്ചാൽ മതി. ഹായ് ഋതു. ഹലോ ചേച്ചി, എൻ്റെ പേര് ഫിദ. അനീത്തിയുടെ പേര് ഫമിത. ഹായ് ഫിദ ആൻഡ് ഫമിത.
നെക്സ്റ്റ് വീഡിയോയിൽ ഹായ് പറയാമോ? ഹായ് സജന ആൻഡ് സഞ്ജയ്. ചേച്ചി അടുത്ത വീഡിയോയിൽ എന്നെ ഒന്ന് പറയാമോ? ഒത്തിരി നാളെ ഞാൻ കാത്തിരിക്കുന്നു. ഹായ് ബസ. അപ്പൊ കമന്റ്സ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കമന്റ്സ് നമ്മൾ വായിക്കാറുണ്ട്. അപ്പൊ നമ്മളതൊക്കെ ഇങ്ങനെ വായിച്ചു വരേണ്ടതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് 40K ആവാൻ പോവാണ്. നമ്മൾ അതിനുള്ള റണ്ണിലാണ് 40Kക്കുള്ള. അപ്പൊ നമ്മൾ 40Kയുടെ അന്ന് അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പേരുടെ പേര് വായിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ശ്രീദേവി ഉണ്ണിരാജൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മൾ എവിടേക്ക് ഫോളോ ചെയ്യാൻ പറ്റും അവിടേക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഒരു കാര്യം സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോ പുറത്തൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ നമ്മളെ കണ്ടിട്ട് ചിലവരൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കുറെ പേര് ഓടി വരുന്നുണ്ട്. കുറെ കുട്ടികൾ നമ്മളെ അടുത്തേക്ക് അയ്യോ ചേച്ചി യൂട്യൂബിൽ ചേച്ചിയിൽ എന്നൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആ സമയത്ത് ഇന്നലെ ഞങ്ങള് ഒരു ഹോട്ടലിൽ പോയപ്പോ, ഹോട്ടലിന്റെ പേര് പറയും അക്ഷയ എന്ന് പറഞ്ഞുള്ള ഹോട്ടലില് തൃശ്ശൂര് ഞങ്ങൾ പോയപ്പോ അവിടെ കൈ കഴുകാൻ പോയി മേടിക്കുന്നുണ്ട്. ഞാൻ മാസ്ക് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി എന്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ ഞാൻ ചിരിച്ചു. എനിക്ക് തോന്നി ആ കുട്ടിക്ക് എന്തോ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും മാസ്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ആ കുട്ടി തിരിച്ചറിഞ്ഞിട്ട് അപ്പൊ ചേച്ചി യൂട്യൂബിൽ പറഞ്ഞോടി ഞാൻ മാസ്ക് ഇങ്ങനെ ഒന്ന് ഊരിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാ. അപ്പൊ ആ കുട്ടി അയ്യോ ചേച്ചി എനിക്കറിയാം ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടാന്ന്. അപ്പൊ എനിക്കത് കേട്ട ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മളിങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്ന പറഞ്ഞപ്പോ നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെന്താ ഇതുപോലത്തെ അടിപൊളി കിട്ടില്ല കമന്റ് അയച്ചോളൂ. നമ്മൾ എന്താ പറയുക കമന്റ് സെഷനിൽ വായിക്കുന്നതായിരിക്കും. പിന്നെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷനിലേക്ക് ആഗ്രഹമുള്ളവർ, പ്രൊമോഷന് വേണ്ടി ആഗ്രഹമുള്ളവർ അയക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെ ആയിട്ട് ചെയ്തു വരുന്നതാണ്. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ പറയാനില്ല, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലോ. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണാൻ വരാം. ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.